നമസ്കാരം, ഞാൻ രമ. ഇത് ഡോക്ടർ സുനിൽ, നേത്രരോഗ വിദഗ്ധനാണ്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഏതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ഗ്ലോക്കോമയെ കുറിച്ച് പറഞ്ഞാലോ? തീർച്ചയായിട്ടും. ഗ്ലോക്കോമ വളരെ വളരെ അറിയേണ്ട ഒരു രോഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. അത് ഒരു സൈലന്റ് കില്ലർ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ കാഴ്ച ക്രമേണ ബാധിക്കപ്പെടുന്നു. ഇപ്പം എന്താണ് ഈ ഗ്ലോക്കോമ എന്നുള്ള ഈ രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിലൊരു നോർമൽ പ്രഷർ ഉണ്ട്, നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ. അപ്പോൾ അതിനൊരു റേഞ്ച് ഉണ്ട്, നോർമൽ റേഞ്ച് എന്ന് പറയും. അപ്പോൾ ആ നോർമൽ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രഷറാണെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന നെർവുണ്ട്, ഒപ്റ്റിക് നെർവ് എന്ന് പറയും. അവിടെ അതിലൂടെയാണ് സിഗ്നൽസ് കണ്ണിൻ്റെ റെറ്റിനയിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്നത്. ആ ഒപ്റ്റിക് നെർവിൻ്റെ ആരോഗ്യം ഈ നോർമൽ പ്രഷറിനെ ആശ്രയിച്ചിരിക്കുന്നു. നോർമൽ പ്രഷർ റേഞ്ച് ഏകദേശം 10 to 20 മില്ലിമീറ്റേഴ്സ് മെർക്കുറി എന്ന് പറയും. അപ്പോൾ അത് ഒരു പരിധി കടക്കുമ്പോൾ തുടർച്ചയായിട്ട് ആ പ്രഷറിൻ്റെ എഫക്റ്റ് കാരണം ഈ ഒപ്റ്റിക് നെർവ് ക്രമേണ 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 ഡാമേജ് ആയി പോകുന്നു. അപ്പോൾ രോഗി അത് അറിയില്ല. അതുകൊണ്ടാണ് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സിംറ്റമും ഉണ്ടാവണമെന്നില്ല. ഈ ഞരമ്പ് ഡാമേജ് ആകുമ്പോൾ, ഒപ്റ്റിക് നെർവ് ഡാമേജ് ആകുമ്പോൾ കാഴ്ചയുടെ വ്യാപ്തി, അതായത് വിഷ്വൽ ഫീൽഡ് ചുരുങ്ങി 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 വരുന്നു. അപ്പോൾ അത് രോഗി മനസ്സിലാക്കുന്നു വളരെയധികം ചുരുങ്ങിയതിന് ശേഷം. പലപ്പോഴും അറിയുന്നത് ഒരു ടണൽ വിഷൻ പോലെ ആയിട്ട് മാറി. അതായത് സൈഡിലൂടെ ആൾക്കാർ പോകുന്നത് അറിയുന്നില്ല, വണ്ടി പോകുന്നത് അറിയുന്നില്ല, താഴെ കാണുന്നില്ല. കാരണം ഒരു പൈപ്പിലൂടെ കാണുന്ന പോലെയാണ് രോഗിക്ക് കാണുന്നത്. അപ്പോഴേക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. ആ ഒരു കണ്ടീഷനാണ് പലപ്പോഴും കാണാറ്. സാധാരണ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ പോകുന്ന കണ്ണട ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ കണ്ണടയിൽ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാഴ്ച ടെസ്റ്റ് ചെയ്ത് മനസ്സിലാവില്ല. കാരണം 6 ഉണ്ടാവും, ലാസ്റ്റ് ലൈവ് വരെ പേഷ്യൻ്റ് വായിക്കുന്നുണ്ടാവും. കാഴ്ചയുടെ വ്യാപ്തി നോർമലായിട്ട് ടെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒരു നേത്രരോഗ വിദഗ്ധനെ എപ്പോഴും കാണിക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കണ്ണട മാത്രം മാറ്റിക്കൊണ്ടിരുന്നാൽ പോരാ. കണ്ണിൻ്റെ പ്രഷർ അളക്കണം. ഇപ്പോൾ കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും തരത്തിലുള്ള ഈ മാറ്റങ്ങളുണ്ടോ എന്ന് നിരീക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ. ഇപ്പോൾ ഗ്ലോക്കോമ തന്നെ പല വിധത്തിലുണ്ട്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ഗ്ലോക്കോമ ഉണ്ട്. അതുപോലെ കണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം പറ്റിയാൽ, ഇഞ്ചുറി കൊണ്ടുണ്ടാകുന്ന ഗ്ലോക്കോമ ഉണ്ട്. തിമിരം വർദ്ധിച്ചാലുണ്ടാകുന്ന ഗ്ലോക്കോമ ഉണ്ട്. മരുന്ന് കൊണ്ടുണ്ടാവുന്നത് കുറേ കാലം സ്റ്റീറോയിഡ് ഡ്രോപ്സ് ഉണ്ട്. അലർജിക്ക് വരുമ്പോൾ ചില സ്റ്റീറോയിഡിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, അതുകൊണ്ടുണ്ടാകുന്ന ഗ്ലോക്കോമ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ട് ഗ്ലോക്കോമയെ 2 തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. നാരോ ആംഗിൾ, ഓപ്പൺ ആംഗിൾ പറയും. കണ്ണിൻ്റെ പ്രഷർ നിലനിർത്തുന്നത്, കണ്ണിൻ്റെ ഉള്ളിലൊരു തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകമുണ്ട്, അക്വസ് ഹ്യൂമർ എന്ന് പറയും. അത് രക്തക്കുഴലിലൂടെ കണ്ണിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം കണ്ണിൻ്റെ ആംഗിളിലൂടെ, കൃഷ്ണമണിയുടെയും പുറകിൽ കാണുന്ന ഐറിസ് എന്ന ഭാഗമുണ്ട്, അതിൻ്റെ ഇടയിലൂടെ അത് ബ്ലഡിലേക്ക് തിരിച്ചു പോകും. ഈ ഒരു സർക്കുലേഷനിൽ എവിടെ തടസ്സം വരുമ്പോൾ, ബ്ലോക്ക് വരുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. അപ്പോൾ നാരോ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഐറിസ് കോർണർ, അതിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറഞ്ഞു വരും, അതാണ് നാരോ ആംഗിൾ. ഓപ്പൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ സ്പേസ് കറക്റ്റ് ഉണ്ട്, പക്ഷെ അവിടെ പോകുന്നതിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. രണ്ടിന് കാരണം പ്രഷർ കൂടുക എന്നുള്ളതാണ്. അതിൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് കുറച്ച് കൂടുതൽ ഇങ്ങനെ രോഗികൾ മിസ് ചെയ്യുന്നത്. കാരണം വേദന ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ നാരോ ആംഗിൾ ഗ്ലോക്കോമയിൽ പെട്ടെന്ന് വേദന വരാം, പെട്ടെന്ന് കാഴ്ച കുറഞ്ഞൊരു പേഷ്യൻ്റ് പ്രസൻ്റ് ആകാം, ഇങ്ങനെ പലപ്പോഴും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേത്ര പരിശോധനയിൽ കണ്ണിൻ്റെ പ്രഷർ, പ്രത്യേകിച്ച് 35 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്യണം. ഒരു നേത്രരോഗ വിദഗ്ധനെ കാണണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുകയാണെങ്കിൽ ഗ്ലോക്കോമ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള പല ടെസ്റ്റുകളുണ്ട്, അതെല്ലാം ചെയ്യണം. ഇന്നൊരു കാര്യം കൂടി, ഇതിൻ്റെ മരുന്ന് ലൈഫ് ലോങ് ഒഴിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. പല രോഗങ്ങൾക്കും
ഈ തരത്തിലുള്ള ചികിത്സ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, ഇതിനൊക്കെ നമ്മൾ ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടേ. മാറി എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. അതുപോലെ ഉള്ള ഒരു അസുഖമാണ് ഗ്ലോക്കോമ. കാരണം അത് നമ്മുടെ കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് എടുത്ത് മാറ്റാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഘടകം തുടക്കത്തിൽ മരുന്ന് ഒഴിക്കുക എന്നുള്ളത്. ആദ്യം ചെയ്തത് ഡ്രോപ്സാണ്, ഐ ഡ്രോപ്സ്. പല തരത്തിലുള്ള ഡ്രോപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് അഡ്വാൻസസ് ആൻറ്റി ഗ്ലോക്കോമ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ ഭൂരിഭാഗം രോഗികളും മരുന്നിൽ നിന്ന് തന്നെ ഈ ഗ്ലോക്കോമയുടെ കൺട്രോളിൽ ലഭിക്കാം. അപ്പോൾ ഈ ഗ്ലോക്കോമയുടെ കാരണം ഉണ്ടാകുന്ന ഡാമേജ് തടുക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. കാഴ്ച തിരിച്ചു കിട്ടുക എന്നുള്ളതല്ല. ഇത് രോഗികൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും വേണ്ടതാണ് മരുന്ന് ഒഴിച്ചും അസുഖം മാറി, പനിക്ക് ചെല്ലണു ഗുളിക കഴിച്ചും അസുഖം മാറി. ഏതെങ്കിലും തരത്തിലുള്ള രോഗമായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ മരുന്ന് കഴിച്ചാൽ മാറണം എന്നാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷേ ഗ്ലോക്കോമ അങ്ങനെ അസുഖമല്ല. അസുഖം മാറുക എന്നുള്ളതല്ല, അസുഖം കൂടുതൽ ഡാമേജിലേക്ക് വരാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻറ്റ് അടിസ്ഥാനം. ഇത് രോഗി മനസ്സിലാക്കണം. കാഴ്ച ഇമ്പ്രൂവ് ചെയ്തില്ല എന്ന് വെച്ച് മരുന്ന് നിർത്താനും പാടില്ല. വീണ്ടും വീണ്ടും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ടെസ്റ്റിന് വന്നുകൊണ്ടേയിരിക്കും വേണം, നിർബന്ധമായിട്ട് വരണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുറച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് കുറയാം. ഏത് മരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് കുറയാം, അപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം റെഗുലറായിട്ട് ടെസ്റ്റിന് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സാധിക്കും. എത്രയോ രോഗികൾ ഈ തരത്തിൽ കാഴ്ച നഷ്ടപ്പെടാതെ ഇരിക്കുന്നുണ്ട്. ഇടയിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് നിർത്തി വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് പോവുക, ഫോളോ അപ്പ് മിസ് ചെയ്യുക, അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. കാരണം പിന്നെ വരുന്നത് ഒരുപാട് ഡാമേജ് ആയിട്ടായിരിക്കും. അപ്പോൾ തിരിച്ച് കിട്ടാൻ സാധിക്കില്ല. അപ്പോഴേക്കും 90%, 95% ഒക്കെ ഡാമേജ് ആയി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഓപ്പറേഷനാണ്. മരുന്നിൽ ഗുണം ചെയ്തില്ലെങ്കിൽ ഓപ്പറേഷനാണ്. അതും നേരത്തെ കൂട്ടി നിശ്ചയിച്ചിട്ട് ചെയ്യണം. ഡാമേജ് വർദ്ധിക്കുന്നത് നോക്കിയിട്ട്, വല്ലാതെ പ്രഷർ കൂടുന്നുണ്ട്, അതുപോലെ പ്രഷർ കൺട്രോൾ ആവുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിക്കും. അതും രോഗി പറഞ്ഞത് കേട്ട് തന്നെ ചെയ്യണം. ചിലപ്പോൾ ലേസർ ചികിത്സ പറയാം, ചിലപ്പോൾ ഓപ്പറേഷൻ പറയാം. പക്ഷെ എത്രയോ രോഗികൾ ശരിയായിട്ടുള്ള ആ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഈ ഗ്ലോക്കോമ എന്നുള്ള രോഗങ്ങൾ കാഴ്ച നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. കൂടി ചോദിച്ചോട്ടെ, ഈ ഗ്രാമപ്രദേശത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഗ്ലോക്കോമ കണ്ടിട്ട് അതിലുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയം ഗ്രാമങ്ങളാണെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഏതൊരു രോഗവും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കൂടുതലാവാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെല്ലാവർക്കും അറിയാം, ഗ്ലോക്കോമയ്ക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഗ്രാമവാസികൾക്ക് പലപ്പോഴും പട്ടണങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അവർക്ക് കാഴ്ച കുറയുമ്പോൾ എന്തെങ്കിലും മരുന്ന് വയ്ക്കും, അത് ചിലപ്പോൾ കണ്ണട വയ്ക്കും. ഒപ്റ്റിക്കൽ ഷോപ്പിലുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് പോകും. ഗ്ലോക്കോമ നിർണ്ണയം പലപ്പോഴും നടക്കുന്നില്ല. പിന്നെ ക്യാമ്പുകൾ നടത്തും. ക്യാമ്പുകളിലും ഗ്ലോക്കോമ കണ്ടെത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് വേണ്ട ടെസ്റ്റുകളൊന്നും ക്യാമ്പുകളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. പെരിഫറലായിട്ടുള്ള ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ സെൻറ്റേഴ്സ് വേണം, ഐ ഹോസ്പിറ്റൽസ് വേണം. ഇതിന് സൗകര്യമുള്ള ഐ ഹോസ്പിറ്റൽ വേണം. ഇപ്പോൾ ഗ്ലോക്കോമ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടസ് നോക്കണം, റെറ്റിന പരിശോധിക്കണം, പ്രഷർ നോക്കണം. പിന്നെ ഫീൽഡ് ടെസ്റ്റ് പറയും, പെരിമീറ്റർ, കാഴ്ചയുടെ വ്യാപ്തി നോക്കാനായിട്ട് പെരിമീറ്റർ ഉണ്ട്. ഗോണിയോസ്കോപ്പി എന്ന ടെസ്റ്റ് ഉണ്ട്. ഒപ്റ്റിക്കൽ കോഹിയറൻസ് ടോമോഗ്രാഫി എന്ന ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ഒപ്റ്റിക് നെർവിൻ്റെ ഡാമേജ് അളക്കാനായിട്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ഗ്രാമങ്ങളിൽ അവൈലബിൾ ആണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലേഷൻ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എത്രയോ ആൾക്കാരുടെ അന്ധത നമുക്ക് തടുക്കാൻ സാധിക്കും. അപ്പോൾ ഗ്രാമങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഗ്ലോക്കോമയുടെ വർക്കപ്പ് നടത്തേണ്ടതെന്നാണ് എൻ്റെ ബലമായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശ്വാസം. കാരണം മേജർ ടെർഷറി സെൻറ്റേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് കാഴ്ച നഷ്ടപ്പെട്ടവരെയാണ് കാണുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമങ്ങളിലേക്ക് ഐ സ്പെഷ്യലിസ്റ്റ് നീങ്ങണം എന്നുള്ളത് ഈ ഗ്ലോക്കോമ എന്നുള്ള അസുഖം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത്രയും നല്ല ഗ്ലോക്കോമയെ കുറിച്ച്
അവയർനെസ് ചെയ്തു തന്നതിന് നന്ദി. നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം, വീണ്ടും വരാം. നന്ദി. താങ്ക് യു.